ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എൻ്റെ ചെറിയ രണ്ട് സന്തോഷങ്ങളും ഒരു ചെറിയ യാത്രയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കുറച്ച് പച്ചക്കറികളും കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങത്തൈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നാരങ്ങ ഉണ്ടായി കിടക്കുന്നതും അതുപോലെ അത് വെച്ചിട്ട് അച്ചാറുണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാമ്പ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നട്ടിട്ട് ഒരു 1.5 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് കിട്ടി കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നന്നായിട്ട് നമുക്ക് കായകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൂക്കളും ഉണ്ടാകുന്ന കായ്കളുണ്ടാകുന്ന അറിയാലോ. അതിൽ ചിലതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും, ചിലതൊക്കെ കിളികൾ കൊത്തിയിടും, അങ്ങനെയൊക്കെ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയെങ്കിലും നമുക്ക് ഇത്രയും ചാമ്പൊക്കെ ഇവിടെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് വെള്ള കളറിലുള്ള ചാമ്പയാണെന്ന് കേട്ടോ. നമ്മുടെ നാടൻ ചാമ്പയല്ല, കാരണം ഇതിൻ്റെ ലീഫിന് ഇത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ആ വെള്ള കളർ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെയാണെന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ചവർപ്പുണ്ടാകുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നുകൂടി മൂക്കട്ടെ എന്ന് പറഞ്ഞിട്ടപ്പോൾ നല്ല റെഡിഷ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമെന്ന് തോന്നണേ, എല്ലാവരും നല്ല റെഡിഷ് കളറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൈനയും കുയിലും കാക്കയൊക്കെ വന്നിരിക്കുന്നതാണ്. കാരണം ഞാൻ നനക്കുമ്പോൾ ഈ ഷീറ്റിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ ആ വെള്ളത്തിൽ കളിക്കാനും കുളിക്കാനും കുടിക്കാനൊക്കെ ഇവർ വരും കേട്ടോ. അപ്പോൾ ഇവർ ഇതൊക്കെ കാണെങ്കിലും പക്ഷേ ഇതിനൊന്നും ഒരു ഈ തുടുത്ത് കിടക്കണതിനൊന്നും ഉപദ്രവിക്കാതെയാണ് കേട്ടോ അവർ പോണത്. അപ്പോൾ ഇതാ നമ്മുടെ ചാമ്പയുടെ കടക്ക് ഇങ്ങനെ നമ്മൾ ഷീറ്റൊക്കെ ഇട്ടിക്കണാനും ചുറ്റും ഷീറ്റ് ഇട്ടിക്കണാനും നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. പുല്ലൊന്നും വരാണ്ട് കാട് പിടിക്കാതെയൊക്കെ വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ഈ കടക്കിൽ കുറച്ച് ഭാഗം മാത്രം നമ്മളിങ്ങനെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളിതുപോലെ കരിയിലേക്ക് ഇട്ട് കൊടുത്തൊക്കെയാണ് ചെയ്തിട്ട്. അപ്പോൾ ഈ ചാമ്പ ഇപ്പോൾ ഇത് മോളൂസ് ഒന്ന് പൊട്ടിച്ച് നോക്കിയാണ്. അപ്പോൾ അവൾ പൊട്ടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടി മൂപ്പെടുന്നു തോന്നുന്നു. അതാ അവൾ ഇത്തിരി ബലമൊക്കെ പിടിച്ചത് മുറിച്ചെടുക്കാൻ അടർത്തെടുക്കാൻ നോക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരത്തി കഴിച്ചിട്ട് എന്നൊക്കെ പറയാറുണ്ട്, ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ മധുരമുണ്ട് കേട്ടോ. സത്യത്തിൽ ഇതിന് നല്ല മധുരമൊക്കെ ഉണ്ട്, ഒരിത്തിരി മൂപ്പുണ്ടെങ്കിലും നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്കങ്ങനെ ആദ്യത്തെ ചാമ്പഴൊക്കെ ഉണ്ടായി കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ടാണ്. നമ്മുടെ വീട് തറവാടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആ പഴയ വീടിനോടത്ത് ചാമ്പ ഉണ്ടായിരുന്നു. പക്ഷെ അത് വീട് പണിയുമായി ബന്ധപ്പെട്ട് അതൊക്കെ നമുക്ക് കളയേണ്ടി വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പുതിയ ചാമ്പയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുറച്ച് ചെടികളൊക്കെയാണ് കേട്ടോ. അത് ഇവിടെ നല്ല വെയിലത്തായിരുന്നു ഇരുന്നിരുന്നത്. വെയിലെന്ന് പറഞ്ഞാൽ ഒരു 10-11 മണി വരെയൊക്കെ നല്ലവണ്ണം വെയിൽ കൊണ്ടുവരുന്നു കേട്ടോ. ഷെയ്ഡ് ഉണ്ടാകുന്നെങ്കിലും ഇപ്പോഴത്തെ ചൂട് അവർക്ക് താങ്ങാൻ പറ്റാതെ ഇലയൊക്കെ അങ്ങോട്ട് ബേണായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഗാർഡൻ നെറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ 2 ദിവസം ഇവിടെ ഉണ്ടാകുന്നില്ല. ഇവിടെ വെള്ളത്തിൻ്റെ ക്ഷാമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ മാറിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എൻ്റെ ചെടികൾക്ക് കുറച്ച് ഡാമേജൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഉഷാറായിട്ടൊന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇലയൊക്കെ കുറേയൊക്കെ ബേണായത് ഞാൻ വെട്ടിക്കളഞ്ഞ്, എന്നാലും ചിലതിൻ്റെയൊക്കെ എഡ്ജിൽ ബേണായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവണമെന്നും കുറഞ്ഞിട്ടോ. എങ്കിലും ഇതൊക്കെ ഉഷാറാക്കി എടുക്കാവുന്നുള്ളൂ. കാരണം അതിൻ്റെ ബാക്കി കടയും വേരും ഒന്നും അൽഹംദുലില്ലാഹ് ഡാമേജൊന്നും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ ബാൽസം ചെടികളൊക്കെ പോയി. ബാൽസം ചെടികൾ ആകെ 2 എണ്ണം അങ്ങോട്ട് പിടിച്ചിട്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ പോയിട്ടാ. അതെനിക്ക് വലിയ വിഷമമുള്ള കാര്യമായിരുന്നു കേട്ടോ. ഇത് ഈ നല്ല ഭംഗിയുള്ള ചെടിയാണിത്. ഇത് എൻ്റെ പിടിച്ച് വരണുള്ളൂ കേട്ടോ. അപ്പം നല്ല രസമുണ്ടല്ലോ എനിക്ക് പൂക്കൾ കാണാനായിട്ട്. പിന്നെ നമ്മുടെ ചെമ്പരത്തി നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ. നാടൻ ചെമ്പരത്തി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് വെച്ച് പിടിപ്പിച്ചത്. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് പിടിച്ചു വന്നത് അതിൻ്റെ മുകളിൽ പുല്ല് പടർന്നു പിടിച്ചിട്ടാ. അതായത് ചെറിയൊരു തണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ അങ്ങനെ പുല്ല് പിടിച്ച് കഴിഞ്ഞപ്പോൾ പണിക്കാർ കണ്ടുമില്ല, അവരങ്ങനെ അങ്ങോട്ട് ചെത്തിപ്പോവുകയും ചെയ്ത്. പിന്നെ എൻ്റെ മാൻഡിവില്ല സ്റ്റാൻഡിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഞാൻ അന്ന് 3 കളേഴ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ റെഡ്, പിങ്ക്, വൈറ്റ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ റെഡ് നശിച്ച് പോയിരുന്നു കേട്ടോ. പിന്നെ പിങ്കും വൈറ്റുമാണ് എനിക്ക് പിടിച്ച് കിട്ടിയത്. റെഡിൻ്റെയും പിങ്കിൻ്റെയും സ്റ്റെമ്മുകൾ ഒത്തിരി സോഫ്റ്റാണ്. ആ സ്ഥലത്ത് വൈറ്റിൻ്റെ അത്യാവശ്യം ഹാർഡൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ് കേട്ടോ. ഈ മാൻഡിവില്ല പ്ലാന്റ്സിന് വാട്ടറിങ് നല്ലോണം ശ്രദ്ധിക്കണം. ഒരുപാട് വാട്ടറിങ് പാടില്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ മാൻഡിവില്ല. അപ്പോൾ എനിക്ക് തോന്നണം അതുകൊണ്ടായിരിക്കും എൻ്റെ റെഡ് നശിച്ച് പോയെന്ന് കേട്ടോ. അപ്പോൾ റെഡും കൂടെ ഉണ്ടെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് നിന്ന് തന്നെയായിരുന്നു. ഇനി പുതിയതൊന്നും വാങ്ങിക്കണം. പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഫർണിച്ചറൊക്കെ നോക്കാനായിട്ട് പോയിരുന്നു കേട്ടോ.
അവിടെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ അറിഞ്ഞ ഒരു കാലടിയിലുള്ള ഐഫ എന്ന് പറഞ്ഞ ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് അവിടെ കുഴപ്പമൊന്നുമില്ല, നല്ല പറഞ്ഞ പോലെയൊക്കെ തന്നെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഐഫയിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റി. ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ചിട്ടുള്ള സോഫയും ഡൈനിങ് ടേബിള്, ചെയർ എല്ലാം മോഡൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട് പണി എടുക്കുന്നവർക്കും ഇതുപോലെ ഹൗസ് വാമിങ്ങിൻ്റെ അടുത്ത ടൈം എടുത്തവരൊക്കെ ഇതുപോലെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഐഫയിൽ. പിന്നെ നമുക്ക് അവിടെ വാൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒരുപാട് കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ ഐഫ. ഞങ്ങൾക്ക് അവൾക്ക് എത്തിപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, കാരണം നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ചെന്ന് പെട്ടത് നല്ല സ്ഥലത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് എടുക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണാൻ. അസ്സലാമു അലൈക്കും.